ഹലോ, ഇന്ന് കുംഭം 1 അപ്പോൾ 1-ാം തീയതി ആയതുകൊണ്ട് രാവിലെ ദേ അമ്പലത്തിൽ പോയി തന്നെ ഇന്നത്തെ ദിവസം തുടങ്ങിയേ. ഇപ്പോൾ രാവിലെ അയ്യപ്പ ക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. പക്ഷേ സമാധാനമായിട്ട് കഴിക്കാൻ എൻ്റെ പുത്രി സമ്മതിക്കില്ല. അതിൻ്റെ ഇടയിലാണ് കുരുത്തക്കേട്. ചെയറിട്ട് വാഷ് ബേസിൻ്റെ അവിടെ കയറി ഷെൽഫൊക്കെ തുറന്ന് കുരുത്തക്കേട് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുരുത്തക്കേടൊക്കെ കാണിച്ച് അവസാനം ക്ഷീണിച്ച് ഉറങ്ങി. എന്തായാലും ഉറങ്ങിയാൽ നന്നായി. ഉറങ്ങിയാൽ മാത്രമേ വീട്ടിലെ ക്ലീനിങ്ങും കാര്യങ്ങളും നടക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം അവളുടെ ടോയ്സ് മൊത്തം ക്ലീനപ്പ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. എവിടെ നിന്നൊക്കെയോ മുക്കിനും മൂലയെന്നും ഒക്കെ ഞാൻ വാരി പറക്കി ടോയ്സ് എല്ലാം വാരി പറക്കി ഒതുക്കി വീടെല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ട് അപ്പോഴത്തേക്കും ഏതെൻ്റെ ഷോറൂമിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നേ. നമ്പർ പ്ലേറ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ. അങ്ങനെ ഞാൻ വണ്ടിയും കൊണ്ട് വന്നു നമ്പർ പ്ലേറ്റ് വയ്ക്കാനായിട്ട്. നമ്പർ പ്ലേറ്റ് ആയിട്ടില്ലായിരുന്നു കേട്ടോ, ടെമ്പററി ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്പർ പ്ലേറ്റൊക്കെ വെച്ച് വണ്ടി സുന്ദരിയാക്കി. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്കും എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ സാധനം തുറന്നു നോക്കിയപ്പോൾ കാരണം ഞാനല്ല ഓർഡർ ചെയ്തത്. അപ്പോൾ സാധനം തുറന്നു നോക്കിയപ്പോഴായിരുന്നു ക്രോക്സിൻ്റെ ചെരുപ്പായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇത്തരം കൂടിയ ചെരുപ്പൊന്നും ഇടാറില്ല. കാര്യം ഞാൻ എവിടെയെങ്കിലും 500 താഴെയുള്ള എന്തെങ്കിലും കുറഞ്ഞ ചെരുപ്പുകളെ മാത്രമേ വാങ്ങാറുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയാതെ ഓർഡർ ചെയ്ത സാധനമാണ്. അപ്പം എന്തായാലും ഞാൻ ഇടുമെന്ന് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയില്ല. പക്ഷേ ഇട്ട് നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര കംഫർട്ടായിരുന്നേ. അപ്പോൾ ക്രോക്സിൻ്റെ ആയതുകൊണ്ടായിരിക്കാം, ലൈറ്റ് വെയിറ്റ് ആയിരുന്നു, നല്ല കംഫർട്ടായിരുന്നു. അപ്പോൾ ആദ്യം നിഹമോളാണ് കേട്ടോ ഇട്ട് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ആരുടെ ചപ്പൽ കണ്ടാലും അവൾക്ക് ആദ്യം ഇടണം. അപ്പോൾ നിഹക്കുട്ടി അതിട്ട് നടന്നതിന് ശേഷം ഞാൻ ഇട്ട് നോക്കി. പക്ഷെ ഭയങ്കര കംഫർട്ടായിരുന്നു കേട്ടോ, ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല സുഖം ഉണ്ടായിരുന്നു ഇടാൻ. അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം. ടാറ്റാ, ബൈ, സീ യു.